സാർ, ഇപ്പോൾ ഈ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടികൾ, 3 പെൺകുട്ടികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അറസ്റ്റിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഈ കേസ് എന്തായാലും പ്രൈമറി ഇൻവെസ്റ്റിഗേഷന് 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് എവിഡൻസ് പോലീസിന് കിട്ടിക്കഴിഞ്ഞു. ബാങ്കിൽ നിന്ന് അവർ അക്കൗണ്ട്സ് ഒക്കെ എടുത്തു, ഇവരുടെ എടുത്തു, അവരുടെ അക്കൗണ്ടിൽ 3 പേരുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ ഒരു ഒഫൻസ് കംപ്ലീറ്റ് ആയല്ലോ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും മാർഗം കൃഷ്ണകുമാറിന്റെ കാല് പിടിച്ച് സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്. പക്ഷെ പോലീസ് ഒരു കേസ് എടുത്തു കഴിഞ്ഞു, ഒഫൻസ് റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താൽ കുട്ടികളെ റിമൈൻഡ് ചെയ്യും, അല്ല വേറെ എന്താ മാർഗം? ഇപ്പം തന്നെ ഒരു നേരത്തെ ഒരു സംഭവം ഉണ്ടായല്ലോ, അതും വിശുദ്ധ പോലീസ് സ്റ്റേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. 22 ദിവസം ഒരു പെൺകുട്ടി അകത്ത് കിടന്നില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എടുത്തുചാടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടെന്ന് വിചാരിച്ച് എടുത്തുചാടി കഴിഞ്ഞാൽ അയാളെ പണിയും പോവും, അയാൾക്കെതിരായിട്ട് കേസും വരും, അയാളെ റിമാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം അവരെ കാണാനില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കാൻ വേണ്ടി ആ പെൺകുട്ടികളുടെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ പോയിരുന്നു. പക്ഷേ അവർ വക്കീലിനെ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല. പിന്നെ പോലീസ് കുറെ നേരം അവിടെ കാത്തു നിന്ന ശേഷം മടങ്ങുകയാണ് ചെയ്തത്. അവർ ഒടുവിൽ പോയി എന്നാണ് ചെറിയ സൂചനകൾ ലഭിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അറസ്റ്റിലേക്ക് കടക്കുമോ, അതോ അതിന് മുൻപ് വേറെ എന്തെങ്കിലും നടപടികളുണ്ടോ? അറസ്റ്റിലേക്ക് തന്നെ കടക്കും. കാരണം ഇനിയിപ്പം പ്രൈമറി ആയിട്ട് ഇവർ ഒഫൻസ് അത് കമ്മിറ്റ് ചെയ്തെന്നായല്ല. അത് പ്രൈമറി എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു പോലീസിന്. ബാങ്കിൽ പോയി അവരുടെ അക്കൗണ്ടിൽ ഒരു പൈസ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറെ പൈസ അവർ ഒരു ഡിഫൻസ് പറയണത് ആ പൈസ ഞങ്ങൾ ATM കൂടെ എടുത്ത് ആ മുതലാളിക്ക് തന്നെ കൊടുത്തെന്ന്. ആയിക്കോട്ടെ, അങ്ങനെ മുഴുവൻ കൊടുത്താൽ ഒഫൻസ് ഇല്ല എന്ന് നമുക്ക് പറയാം, മുഴുവൻ കൊടുത്താൽ. പക്ഷെ കുറെ പൈസ അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ, അങ്ങനെ പറയും. എടുത്തത് അവർ തന്നെ എടുത്തു. പക്ഷെ അതിപ്പം ഒരു കൗണ്ടർ വക്കീൽ പറഞ്ഞു കൊടുത്തതായിരിക്കും, മറ്റവരാണ് മറ്റവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നാലും ബാക്കി പൈസ എന്ത് ചെയ്യും? ഇവർ അക്കൗണ്ടിൽ കിടന്നു. ആ പൈസ ഇവർ ആ അക്കൗണ്ടിൽ നിന്ന് കിടന്ന പൈസ ഉപയോഗിച്ചിട്ട് ഇവർ അവരുടെ വീടിന് പല ഇമ്പ്രൂവ്മെന്റും വരുത്തിയിരിക്കും. അത് തന്നെയല്ല, വേറൊരു ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം കിടപ്പുണ്ട്. ഇവര് ആരോ ഒരാളുടെ ഒരു ബ്രദർ ഗൾഫിലും കണ്ടുണ്ട്. ആ ഗൾഫിൽ അവിടുന്ന് അയാൾ പൈസ വെച്ച് സഹായിച്ചെന്ന്. ഇവിടുന്ന് അങ്ങോട്ട് പൈസ പോയതിന് എവിഡൻസ് ഉണ്ട്. എന്നിട്ട് അയാൾ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഇതൊക്കെ ഇത് കൃത്രിമമായ ഇതുപോലെയുള്ള ബുദ്ധികൾ, ഈ ബുദ്ധി ഉപയോഗിക്കുന്നത് അത് അകത്തു പോകുന്ന ഞാൻ പറഞ്ഞു. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ തന്നെയാണ് അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞത് എന്ന് ആ പെൺകുട്ടികൾ മൊഴി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുത്തത് പ്രകാരമായിരിക്കുമോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? അതെ, പറഞ്ഞു കൊടുത്ത പ്രകാരം. അതൊന്നും നിലനിൽക്കുന്നില്ല. നിയമപരമായിട്ട് പോലീസിന്റെ അടുത്തോ കോടതിയിലോ അത് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഇവിടുന്ന് പണം വെട്ടിച്ചെന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അത് ഇവരുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ടെന്ന് ഉറപ്പായി. പിന്നെ അങ്ങനെ ഒരു കൗണ്ടറൊക്കെ പറഞ്ഞിട്ടൊന്നും ഏൽക്കില്ല, നിയമപരമായിട്ട് അത് ഏൽക്കില്ല. നമ്മൾ ഈ ഒരു കേസിന് സത്യസന്ധമായിട്ടൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ മതി, സഫീഷ്യന്റ് എവിഡൻസ് വന്നു കഴിഞ്ഞു, 2 സെക്ഷൻ അനുസരിച്ചുള്ള എവിഡൻസ് വന്നു കഴിഞ്ഞു, പിന്നെ അറസ്റ്റില്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് അവർ ഒളിവിൽ പോയത്. അവരുടെ വീട്ടിലെ 3 പേര് അവർ എവിഡൻസ് അന്നിങ്ങനെ ചാനലിന് മുമ്പിലൊക്കെ കിടന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും പോലീസിന് മുമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് പ്രതിസ്ഥാനത്തല്ല, പക്ഷെ ഇന്നസെന്റ് ആണെങ്കിൽ അവർക്ക് അതിനകത്തൊരു ഒരു ഒഫൻസ് അവർ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ അവർക്ക് പറ്റൂല. കാരണം അവർ അക്കൗണ്ടിൽ വന്നതിന് എന്ത് ചെയ്യും? അത് അവരെ മുതലാളി പറഞ്ഞിട്ടാണെങ്കിൽ ആയിക്കോട്ടെ, ആ പൈസ കൊടുത്തോ നിങ്ങൾ? ഇല്ല. അപ്പൊ അത് തെറ്റായിപ്പോയി. അപ്പൊ അവിടെ കൊണ്ട് ഒളിഞ്ഞുപോയി ആ വാദഗതി. അതുകൊണ്ട് ഈ കേസിനകത്ത് തീർച്ചയായിട്ടും അത് കൺവിഷനും വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞില്ല, 2 ഒഫൻസ് വന്നപ്പം 10 വർഷം 7 വർഷം 17 വർഷം വരെ ശിക്ഷ കിട്ടും. അത് കളിയില്ല. വല്ലവരുടെയും പൈസ 1 രൂപ എടുത്താലും 60 ലക്ഷം എടുത്താലും ഒഫൻസാണ്. 1 രൂപ എടുത്താലും മതി, കുറ്റം. ആള് അതിന്റെ മുതലാളി അതിൽ നിന്ന് മാറുന്നില്ല എന്നെങ്കിൽ കുറ്റമായി. അത് 1 രൂപ എടുത്താലും 10 വർഷം ശിക്ഷ. ഈ ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യത ഈ പെൺകുട്ടികളായിട്ട് തന്നെ തുളച്ചു എന്ന് വേണം പറയാൻ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവുന്നില്ല. അവരെ കൊടുത്ത അഡ്വൈസ് കൊടുത്തത് ശരിയായില്ല. കാരണം ഒരു കൗണ്ടർ കേസ് എടുത്ത് അതൊക്കെ ഇമ്മച്യൂർ ആയിട്ടുള്ള ചില അഡ്വക്കേറ്റ്സ് ആയിരിക്കും. അത് എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റ്സ് ആരും അത് അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. ഇത് അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തതാണോ രാഷ്ട്രീയക്കാരെങ്കിലും പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല. അവരുടെ കൂടെ ഒരാൾ സന്തത സഹചാരിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അയാളെ ടിവിയിലൊക്കെ കണ്ടു. ആരാണ് ആ മകൻ? അയാളൊരു അഡ്വക്കേറ്റ് ഒന്നുമല്ല. ഇതൊക്കെ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാര്യങ്ങളൊക്കെ തട്ടിവിട്ടു. അതൊന്നും നിയമത്തിന് മുമ്പിൽ വിലപ്പോവില്ല. ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്നൊക്കെ പറയുന്നത് അതും ഫോൾസ് ആണ്. കാരണം അവരുടെ ചാർട്ടേഡൊക്കെ ഏൽപ്പിക്കുന്നത്, അവിടെ വരുന്ന ഒരു ചാർട്ടേഡൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ അല്ലേ, എല്ലാ മണിയും വരുന്നത് ഡിജിറ്റലാണ്. അതിനകത്ത് ഇവര് വെട്ടിച്ചാലും ആര് വെട്ടിച്ചാലും ആ വന്ന എമൗണ്ട് മൊത്തമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ആ എമൗണ്ട് എടുക്കാതിരിക്കാൻ ഒക്കില്ല. മൊത്തം അവിടെ എത്ര രൂപ വന്നു, അതിൽ എത്ര ടാക്സുകളുണ്ട്,
അത് ഇവർക്ക് അതിന് പ്രോഫിറ്റ് എത്ര, അതൊക്കെ ആ കണക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അതിനകത്ത് ഇവർ ഈ വാദഗതിയൊന്നും നിൽക്കത്തില്ല. അവർക്ക് മൊത്തമായിട്ട് വന്ന ടോട്ടൽ എമൗണ്ട് ആ സ്ഥാപനത്തിൽ ഒരു വർഷം ഒരു ഫൈനാൻഷ്യൽ ഇയർ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ട്. ആ കണക്കിനകത്തുള്ള പൈസയാണ് വെട്ടിച്ചിരിക്കുന്നത്. പിന്നെ അത് ടാക്സ് വെട്ടിക്കാനാന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അതൊന്നും നിൽക്കുന്നത് ഇതൊക്കെ വെറും ബാലിശമായ ഡിഫൻസ് ആയിപ്പോയ കുട്ടികൾ എടുത്ത പൈസ അത് ആഴവ് പറഞ്ഞു കൊടുത്തു. അവർക്ക് വലിയ വിവരമില്ല, നിയമത്തെ പറ്റി വലിയ വിവരമില്ല. വളരെ ബാലിശമായ രീതിയിൽ അവരതിന് മറുപടി പറഞ്ഞു. ഇപ്പോൾ ഒളിവിൽ പോകേണ്ടി വന്നില്ലേ. പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നു. സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം അതനുസരിച്ച് ഇപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകത്തില്ലേ. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. പ്രൈമറി എവിഡൻസ് വന്നു കഴിഞ്ഞു ഇവരെ കണ്ട അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർ ഒളിവിൽ പോയി. കോടതി മുൻകൂർ ജാമ്യത്തിന് പോട്ടെ. ജാമ്യത്തിന് പോയാൽ കസ്റ്റഡി ചോദിക്കും പോലീസ്. പണം റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പം കസ്റ്റഡി ചോദിക്കും. അവരുടെ ബാങ്കിലെ അക്കൗണ്ട് പാസ്ബുക്ക് ചപ്പ് എല്ലാം അവർ സീസ് ചെയ്യും. അതുകൊണ്ട് ഇനി രക്ഷയൊന്നുമില്ല. ഇനി പെൺകുട്ടികൾക്ക് മുന്നിൽ ഈ അറസ്റ്റ് അല്ലാതെ ഈ പണം, നഷ്ടപ്പെട്ട പണം തിരിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? കാരണം അവർക്ക് ഒത്തിരി ഡാമേജ് വന്നിട്ടുണ്ടല്ലോ. കൃഷ്ണകുമാരനും മാക്കും എന്ത് വന്നാലും ശരി അവർക്ക് ഒത്തിരി ഡാമേജ് വന്നിട്ടുണ്ട്. അവര് ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു ഒരു ബാഡ് ഇമേജ് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരേത് ഇനി പിൻവാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരതുപോലെ മാനസികമായി വിഷമിച്ചു. അത് തന്നെ അപ്പനും മകളും ഇപ്പം ജാമ്യത്തിന് പോയില്ലേ. അപ്പോൾ ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ജാമ്യം കിട്ടും. അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പോലീസിൻ്റെ അടുത്ത് ചോദിക്കും. പോലീസിനൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കേസ് ട്രൂ ആണ്, കൗണ്ടർ കേസ് ശരിയല്ല. അത് കോടതിയിൽ ഇപ്പം അവർ കാണിക്കുമല്ലോ. അത് കൃഷ്ണകുമാറിന്റെ കയ്യിലും മകളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ ആ CCTV ദൃശ്യങ്ങൾ. അവർ സ്വന്തമായിട്ട് വോളണ്ടറി ചെയ്ത് കാറിൽ കയറി പോകുന്നതാണ്. കാറിന്റെ പിന്നാലെ മറ്റേ മൂന്നാമത് പെൺകുട്ടി അവളുടെ സ്കൂട്ടറിൽ പോയി തട്ടിക്കൊണ്ടുപോകലാണ്. ഇതൊക്കെ ആരെടുത്താണ് പറയുന്നത്? ഇതൊക്കെ നിയമ അവബോധമുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ബാലിശമായി പോയ കുട്ടികളെ അഡ്വൈസ് ചെയ്ത് മോശം. അത് സെറ്റിലായി. കാരണം 69 രൂപ വെട്ടിച്ചിട്ട് 22.5 ലക്ഷം മതി എന്ന് പറഞ്ഞ ആളല്ലേ നിയായും അതുപോലെ തന്നെ കൃഷ്ണകുമാറും. അതിന് വശം അന്നേരം കാല് പിടിച്ച് ക്ഷമയും പറഞ്ഞിട്ട് ആ പൈസക്ക് തീർക്കണ്ടേ. 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാവുന്ന 8 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് പേയ്മെന്റ് ആയി കഴിഞ്ഞില്ലേ, അതൊരു സെറ്റിൽമെന്റ് ആവും. പക്ഷെ ഒഫൻസ് ഇനി തൂത്തുമാറ്റി കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ. കാരണം ഇവര് മുൻകൂർ ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ ഇനി ഒരു സെറ്റിൽമെന്റിലോട്ട് വരാം. ആ കുട്ടികൾ വെള്ളത്തിലായിപ്പോയി. അഡ്വൈസ് കൊടുത്താലും അഡ്വൈസ് റോങ് ആയിട്ട് കൊടുത്ത് ഇതുപോലെ ഇത് പോലീസിനെ കൂടെ പറ്റിച്ചു ഒരുത്തൻ അവിടെ ഉണ്ട്. അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെ കൂടെ പ്രതിയാക്കണം. പക്ഷേ ഈ കേസിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച ഹിന്ദ് ലിയാഖത്തിന്റെ ഒരു യുവതി 22 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ മ്യൂസിയം പോലീസിനാണ് ഇത്തരത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് പോലീസിന്റെ ഒരു നയത്തിൽ മാറ്റം വരാനുള്ള സമയമായോ? അത് പറയാൻ ഇത് ഇൻക്ലൂഡിലാണ്. ഇതൊരു SHO ഇയാൾ ഈ കുഴപ്പം കാണിച്ചാൽ അത് കേരളം മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ മണ്ടത്തരം കാണിച്ച് പഠിക്കാതെ ഇരുന്ന് എന്തോ വലിയ സംഭവമാണ് താനെന്ന് സ്വയം തോന്നുന്ന മണ്ടന്മാരായ ആൾക്കാരല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഇത് ചിലപ്പോൾ റിമൂവലിന് പോകും. അയാളെ സർവീസിൽ നിന്ന് റിമൂവൽ ആവുക. മറ്റൊരു കുട്ടിയുടെ 22 ദിവസത്തേക്കാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. കാരണം ആ കുട്ടി അവിടെ ഒരു പരാതിയായിട്ട് ചെന്നതാണ്. ചുമ്മാ ബോഗസ് പരാതിയല്ല. ആ കുട്ടി അത് പരാതിയായിട്ട് അവിടെ ചെന്നു. തന്നെ ഒരുത്തൻ, അവന്റെ പേര് മറന്നുപോയി, അയാള് പറ്റിച്ചതാണ്. തന്റെ ഡോക്യുമെന്റ് അജയ് ഘോഷ് പറ്റിച്ചതാണ്. അയാൾ എന്ത് ചെയ്ത് വാങ്ങിച്ചു. അത് തന്നെയല്ല, ആ 22 ദിവസം കിടന്നവർ പറയുന്നുണ്ട് അവർക്ക് പണം ആവശ്യം. അയാള് വിദേശത്തു നിന്ന് ഇപ്പൊ 5 വർഷമായി കേരളത്തിൽ വന്നിട്ടുള്ളൂ. 5 സെന്റ് സ്ഥലവും കണ്ട പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടി പറയണത് ഇങ്ങനെ ഒരാളെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അയാൾ വിശ്വസിച്ചു. അങ്ങനെ അയാളെ സമീപിച്ചപ്പോൾ പറഞ്ഞു പൈസ പെട്ടെന്ന് കിട്ടും, മുടങ്ങിയ ചിട്ടിക്ക് ഉള്ള പൈസ നിങ്ങൾ അടയ്ക്കാൻ. ആ പൈസ ഇവർ കൊടുത്തിട്ടുണ്ട്. അവന് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വലിയ മണ്ടത്തരം. അത് എന്നിട്ട് അതിന്റെ പ്രതിയുടെ മൊഴി വാങ്ങിച്ചിട്ട് കേസെടുത്തിട്ട് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പോലീസ്. ഇപ്പൊ ഹൈക്കോടതിയിലെ അടുത്ത കാലത്തെ 2-3 വിധി ഞാൻ കണ്ടു. ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് വിധിയായിട്ടുണ്ട്. മലീഷ്യസ് ആയി പ്രോസിക്യൂഷൻ ഒരാളെ ജയിലിൽ പിടിച്ചിട്ടാലേ അയാൾക്കെതിരായിട്ടൊരു കേസ് ഇല്ലെന്നുണ്ടെങ്കിൽ, നിലനിൽക്കുന്നില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം പോലീസ്. അതിപ്പം കൊടുത്തു തുടങ്ങും. കാരണം തെറ്റായിട്ട് 2 പേരെ ഏതോ ഒരു കേസിനകത്ത് ഉൾപ്പെടുത്തി, മർഡർ കേസിനകത്ത് അവര് അല്ല പ്രതികളെന്ന് പറഞ്ഞ് വേറെ പുതിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത്. അപ്പൊ ഇവരെ ഇത്രയും ദിവസം ജയിലിൽ കിടന്നതിന് ആര് കോമ്പൻസേഷൻ കൊടുക്കും? കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിനെ സൂക്ഷിച്ചോണം. കാരണം ആൾക്കാർ വിടൂല. ഒരു കേസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചോണം. അതിനകത്ത് രാഷ്ട്രീയമായ ചിന്ത വരികയും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതനുസരിച്ച് കേസിനെ വഴിതിരിച്ചു വിട്ടാൽ അവര്
പെൻഷൻ വാങ്ങിക്കത്തില്ല. എന്തായാലും വളരെയധികം നന്ദി.